പഹൽഗാം ഭീകരരുമായി ഏറ്റുമുട്ടൽ എന്ന വാർത്ത ഇന്നും മലയാള മനോരമ പ്രധാന ലീഡായി തന്നെ കൊടുക്കുന്നുണ്ട്. ദക്ഷിണ കാശ്മീരിലെ ഉൾവനത്തിൽ ഭീകരരെ പിന്തുടർന്ന് സുരക്ഷാസേന എന്ന ലീഡോടുകൂടിയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 4 ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ. പഹൽഗാം ഉൾപ്പെടുന്ന ദക്ഷിണ കാശ്മീരിലെ ഉൾവനത്തിൽ കനത്ത വെടിവയ്പുണ്ടായെന്നും ഭീകരർ കടന്നുകളഞ്ഞതായും സേന അറിയിച്ചിട്ടുണ്ട്. അനന്തനാഗിലെ പഹൽഗാം തഹസീലിലെ ഹപ്താർ ഗ്രാമത്തിൽ 2 പാക് പൗരർ ഉൾപ്പെടെ 4 ഭീകരരെ കണ്ടത് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗാം വനമേഖലയിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ. ട്രാൽ പർവ്വതനിരയിലും കൊക്കർനാഗിലും ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിവരങ്ങൾക്കും അപ്പുറത്തേക്ക് ഭീകരരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ആർമിയുടെ മൂവ്മെന്റിനെ കുറിച്ച് മാധ്യമങ്ങളും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എവിടെയൊക്കെയാണ് സൈന്യമുള്ളത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ പറയാറില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും ആർമിയുടെ മൂവ്മെന്റിനെ കുറിച്ച്, വനമേഖലയിൽ നടത്തുന്ന തെരച്ചിലിനെ കുറിച്ച് വ്യക്തമായ ധാരണ പല മാധ്യമങ്ങൾക്കുമില്ല. ആർമി അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ കഥയുണ്ടാകും, അല്ലേ?